ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും ഓണത്തിലെ വിഭവങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞോ? ഇന്നെന്താ സ്പെഷ്യൽ പായസം എന്താ? ഞാൻ രാവിലെ എണീറ്റ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറികളൊക്കെ ഒരുമാതിരി അതിന് പായസം ഉണ്ടാക്കുക. ഞാനിന്ന് പായസം ഉണ്ടാക്കുന്നത് എന്താണെന്നോ, ഇന്ന് പരിപ്പ് പായസം വയ്ക്കാൻ പോകുന്നത് കേട്ടോ. പരിപ്പ് പായസം ഉണ്ടാക്കാം. ചെറുവയറ്റിൻ പരിപ്പിൻ്റെ പായസം. അത് അറിയാവുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ചെറുവയറ്റും പരിപ്പ്. അപ്പോൾ അതിൻ്റെ വേണ്ട ഐറ്റംസ് ഇതൊക്കെയാണ്. നെയ്യ് വേണം, പിന്നെ തേങ്ങാപ്പാൽ, തൻപാൽ വേണം, പിന്നെ സെക്കൻഡ് പാൽ വേണം, പിന്നെ കുറച്ച് എള്ള് വറുത്ത് വെക്കണം. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നട്ട്സും കിസ്മസും നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് വേണ്ടത് ചെറുവറ്റും പരിപ്പ് നമ്മൾ വറുത്തിട്ട് വേവിച്ച് വെക്കണം കേട്ടോ. ഞാൻ കുക്കറിൽ അടിച്ചു വെച്ചിരിക്കണം, അത് വെന്തിരിക്കുകയാണ് ചെറുവറ്റും പരിപ്പ്. പായസത്തിൻ്റെ സ്പെഷ്യൽ പരിപ്പാണ്. പിന്നെ വേണ്ടത് ശർക്കര പാനിയാക്കി അത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കരടുണ്ടെങ്കിലോ എന്നോർത്ത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുടങ്ങാം. ഓക്കെ, ബായോ എല്ലാവരും വായോ. ആദ്യമേ നെയ്യിടണം. നെയ്യ് നമ്മളിട്ടണം. നെയ്യിട്ട് ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട് കുറച്ച്. കണ്ട, ഇത് വറുത്ത നെയ്യാണ്. വറുത്ത കാഷ്നട്ടും കിസ്മസും വറുത്ത നെയ്യ് ബാക്കിയുണ്ട്. അതിലോട്ട് നമ്മൾ ഈ പരിപ്പ് വേവിച്ചത് ഇട്ട് കൊടുക്കും. പരിപ്പിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ആ നെയ്യിലൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ. ഒരു പിഞ്ച് ഉപ്പിട്ടേക്കണം, നമ്മൾ മധുരം ബാലൻസ് ചെയ്യാനായിട്ട്. കട്ട മധുരം വേണ്ടവർക്ക് ശർക്കര അധികം ഇടണം. ഇവിടെ ഞങ്ങൾക്ക് പൊതുവേ ഇങ്ങോട്ട് മധുരം കുറച്ചാണ് കേട്ടോ. വടക്കർക്കാണ് കൂടുതലും മധുരം. തെക്കർക്ക് ഞാൻ സർവേ ചെയ്തതിൽ തെക്കർക്ക് പൊതുവേ എല്ലാത്തിനും മധുരം കുറച്ചാണ് അവർ ഉപയോഗിക്കുള്ളൂ. അപ്പം ഞാൻ കുറച്ച് മധുരം കുറച്ചാണ് ഉപയോഗിക്കുന്നത്. നോക്കിക്കോ. അപ്പോൾ ഇതിങ്ങനെ വരണ്ട് വന്നു കഴിയുമ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ അധികം പണിയില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ ശർക്കരപ്പാനി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ പരിപ്പൊന്ന് വരണ്ട് കഴിയുമ്പോൾ വേവിച്ചതൊന്ന് വരട്ടിയെടുത്താൽ മതി ഇങ്ങനെ. എന്നിട്ട് ഈ ശർക്കരപ്പാനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ വരട്ടിക്കൊണ്ട് ഇതിൽ വരട്ടല്ലാട്ടോ ഇതിൻ്റെ സ്വാദിരിക്കുന്നത്. പെട്ടെന്ന് പണി കഴിയും. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് പണിയും. പാലൊക്കെ തേങ്ങയൊക്കെ ഞാൻ ഒരു തേങ്ങയുടെ പാലാണ് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിപ്പം 1/2 കിലോ ചെറുവറ്റും പരിപ്പാണ്. അതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 500 ഗ്രാം പരിപ്പ് വേണം. പിന്നെ ഒരു തേങ്ങ വേണം. പിന്നെ കാഷ്നട്ടും കിസ്മസും ആവശ്യത്തിന്. എള്ള് ഒരു 50 ഗ്രാം വേണം. അതൊക്കെ കൂടി ഇതിനകത്തേക്ക് ഇത് വരണ്ട് വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് ഈ ജസ്റ്റ് സെക്കൻഡ് പാൽ ഒഴിക്കണം കേട്ടോ. സെക്കൻഡ് പാൽ ഒഴിക്കണം. നല്ലോണം വരട്ടിയെടുക്കണം കേട്ടോ. വരട്ടി ഇത് വരളെല്ലാണ് ഇതിൻ്റെ പണിയിരിക്കുന്നത് കേട്ടോ. നല്ലോണം കുറുകി വരണം. കുറുകി വന്നു കഴിയുമ്പോൾ പിന്നെ ഇടുന്നത് നമ്മൾ എള്ള് നിറച്ചിട്ടോളൂ. 50 ഗ്രാം ഞാൻ വറുത്ത് വെച്ചത് കേട്ടോ. 50 ഗ്രാം എള്ളിട്ട് കൊടുക്കണം. തൻപാൽ ലാസ്റ്റ് ഒഴിക്കാവുള്ളൂ കേട്ടോ. തൻപാൽ ലാസ്റ്റ് ഒഴിക്കാവുള്ളൂ. തിളച്ച് വരുമ്പോൾ തൻപാൽ ഒഴിച്ചു കൊടുക്കണം. 1-ാം പാൽ. തൻപാലെന്ന് പറയും, 1-ാം പാലെന്ന് പറയും. 1-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. കുഴി വന്നോട്ടെ കേട്ടോ. കുറുകല്ലാണ് ഇതിൻ്റെ ടിസ്റ്റ്.
ഇപ്രാവശ്യത്തെ ഓണം എല്ലാവർക്കും സന്തോഷപ്രദമായിരിക്കട്ടെ, സമാധാനപരമായിരിക്കട്ടെ. അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും. നമ്മുടെ മക്കളൊക്കെ നമ്മുടെ അടുത്തില്ല. അവരൊക്കെ വിദേശത്തൊക്കെ ഓണമൊക്കെ നേരത്തെ ആഘോഷിച്ചു. അവർക്ക് വീക്കെൻഡൊക്കെ നോക്കി അവർ ആഘോഷിക്കും. വിദേശ രാജ്യങ്ങളിൽ യൂറോപ്യൻ കൺട്രിയിലൊക്കെ അവർ മലയാളി കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അവരെല്ലാവരും ഒരുമിച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഓരോ ദിവസം ഇങ്ങനെ ആഘോഷിക്കും. പിള്ളേർ വീഡിയോ ഇട്ട് കണ്ടായിരുന്നു. നമ്മളേലും കൂടുതൽ ഇപ്പോൾ ആഘോഷം യൂറോപ്യൻ കൺട്രിയിലാണ്, ഗൾഫ് രാജ്യങ്ങളിൽ മലയാളീസിലും കൂടുതൽ അവരാഘോഷിക്കും. ഭയങ്കര, കാരണം അവർ എപ്പോഴും ഈ ജോലിയുടെ തിരക്കിലല്ലേ. അപ്പം ഇന്നൊരു ദിവസം കിട്ടുമ്പോൾ അവർ അതെല്ലാം നന്നായിട്ട് ആഘോഷിക്കും. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, തിരക്കിൻ്റെ ഇടയിൽ. അത് സാമ്പാർ ഉണ്ടാക്കി വെച്ചു, അവിയലുണ്ടാക്കി വെച്ചു, പിന്നെ മെഴുക്ക് പുരട്ടി, അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഓണമായിട്ട് കേട്ടോ. ഇനി നമ്മൾ ഇടാൻ പോണേ കാഷ്നട്ടാണ്. കാഷ്നട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇവിടെ പണി തീർന്നട്ടെ. ആണ് പരിപ്പ് പായസം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ കേട്ടോ. മധുരം നോക്കിയേക്കട്ടെ. സൂപ്പറായിട്ടുണ്ട്, രക്ഷയില്ല, നല്ല അസൽ പായസം കേട്ടോ. ഇനി നമ്മൾ ഈ ഒന്നാം പാൽ ഒഴിക്കാൻ പറ്റും, ഒന്നാം പാലും കൂടി ഒന്ന് ഒഴിച്ചേക്കണം കേട്ടോ. ഒന്നാം പാൽ എപ്പോഴാണ് ഫുൾ ടേസ്റ്റ് വരുന്നത്. ഓക്കെ, അത് ഒന്നാം പാൽ ഒഴിച്ചുമ്പോൾ ഒരുപാട് ഇങ്ങനെ തിളക്കരുത് കേട്ടോ. പയ്യെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഓഫ് ചെയ്യണം. ആണ് പരിപ്പ് പായസം. ഓക്കെ, അപ്പം എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കണം. എപ്പോഴും സേമിയും അടപ്രഥമനൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതും ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും. പരിപ്പ് പായസം എന്ന് പറഞ്ഞാൽ കുറേ നാൾ ഇരുന്നോളും കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ അത് കുറേ ദിവസം ഉണ്ടാവും. പരിപ്പ് പായസം ചീത്തയാവില്ല, കുറേ ദിവസം ഉപയോഗിക്കാം കേട്ടോ. കുറച്ച് നെയ്യ് അധികം ഇട്ട് ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, അപ്പം ബായ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. ഓക്കെ, ബായ്.